മാഡം, സാറ് വരാൻ പറഞ്ഞു. ഇതാ സർ. കാണാതായ ശ്രീകുട്ടൻ ഗായത്രിയുടെ ആരാ? എന്റെ അമ്മായിയുടെ മകനാ. സാധാരണഗതിയിൽ 3 രീതിയിലാണ് ഒരു പട്ടാളക്കാരൻ ഫീൽഡിൽ നിന്നും മിസ്സിംഗ് ആവാറുള്ളത്. ഫസ്റ്റ് കേസ്, ഇൻ ആൻ അറ്റാക്ക് ബൈ ദ റൈവൽ ഫോഴ്സ്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് കിഡ്നാപ്പിംഗ് ബൈ ദ എനിമീസ്. മൂന്നാമതായി പേമാരി, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റി, ഐ മീൻ പ്രകൃതിക്ഷോഭങ്ങൾ. ശ്രീകുട്ടന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങൾ പട്ടാളക്കാർ ജീവിതത്തെ യാഥാർത്ഥ്യത്തോടുകൂടി നോക്കിക്കാണാൻ ശ്രമിക്കുന്നവരാണ്. യാഥാർത്ഥ്യം എന്തു തന്നെയായാലും, ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്, നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടേ പറ്റൂ. മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ആളിപ്പോ ജീവിച്ചിരിപ്പില്ല എന്നർത്ഥമില്ല. ഗായത്രിയുടെ ഈ ഫയലിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിന് ഞാൻ പ്രത്യേകം മുൻതൂക്കം കൊടുക്കാൻ ശ്രമിക്കാം. ബട്ട് പോസിബിലിറ്റീസ് ദർ. കമാൻഡ് തലത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷം കാര്യങ്ങളൊക്കെ വേണ്ടപ്പെട്ടവരെ അറിയിക്കും.